ഇവർക്ക് അതിന്റെ സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്ന് തിരുവാഭരണ കമ്മീഷണർ പറയുമ്പോൾ പിന്നെ എന്റെ പൊന്ന് പ്രശാന്ത്, നീ മനസ്സിലാക്കേണ്ടത് അത് അയാൾക്ക് തന്നെ തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് കൃത്യമായി അയാൾ ഇങ്ങോട്ടൊരു ഉത്തരവ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അധികാരി കിടന്ന് പഠിക്കുന്നത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, അയാളെ കൊടുത്തുവിട്ടില്ലല്ലോ. അത് ഈ ബോർഡ് തീരുമാനിച്ചുകൊണ്ടല്ലേ? അല്ല ഒരു തിരുവാഭരണം അങ്ങനെയൊന്നുമല്ല. ഒരു തിരുവാഭരണം കമ്മീഷണർ തീരുമാനിച്ചാൽ തടയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഈ തിരുവാഭരണം കമ്മീഷണർ രജലാൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള കമ്മീഷണർ സുനിലയായിരുന്നു. ആ സുനിലയ്ക്ക് അയച്ച ഉൾപ്പെടെയുള്ള 4 തീരുമാനം നിങ്ങൾ അങ്ങോട്ട് തന്നേക്കാം. അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചില്ലോ. ഈ 2024 കാലത്ത് ഒരുപാട് സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചില്ലല്ലോ. 2021 ഒരു ചാനൽ ഇത് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് ഇറങ്ങുന്നത്. അതിനുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങളുണ്ടായിരുന്നു അതിനു മുമ്പ്, എത്രയോ വർഷങ്ങളായി. പക്ഷേ ഞങ്ങൾക്ക് ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ, അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടും അല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പി ആർ ഒയെ തന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത്. അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക്, എന്തെങ്കിലും കുഴപ്പം വന്നാൽ അയ്യോ ബോർഡ് സംശയത്തിനില്ല അതെന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ ബോർഡ് വരെയുള്ളത് നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമല്ലേ, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമല്ലേ ആ ടീം വരട്ടെന്ന് അന്വേഷിക്കട്ടെന്നേ. അതിനെന്താ കുഴപ്പം? ഈ ഉദ്യോഗസ്ഥൻ്റെ മൊഴിയും എടുക്കട്ടെ, എന്താ തർക്കം?